കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലും വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ, വിശേഷിച്ച് അന്ത്യകാല പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലും എൻഡ് ടൈം പ്രൊഫസീസ്, ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചതാകുന്ന വിഷയം വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്കെല്ലാം തന്നെ ഒരു ഓൾറെഡി ആൻഡ് നോട്ട് എറ്റ് എന്നുള്ളതാകുന്ന ഒരു ആസ്പെക്റ്റ്, അങ്ങനെ ഒരു വശം എല്ലാ ബിബ്ലിക്കൽ പ്രൊഫസീസിനുമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആ വിഷയം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അതിൻ്റെ ആ കണ്ടിന്യൂവിറ്റി ഉള്ളതുകൊണ്ട് ഫോളോ ചെയ്യുവാൻ ബുദ്ധിമുട്ടില്ല. എങ്കിലും നമ്മൾ തുടർന്ന് ചില വേദഭാഗങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവവചനം എത്രയും നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആകയാൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവവചനം അത് ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിയുവാൻ ദൈവം ഇടയാക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി എന്താ പറയുന്നത്, ഒരു പക്ഷേ നമ്മളെപ്പോഴും കേൾക്കാത്ത, നമ്മുടെ ഒരു സാധാരണ നമ്മൾ കേട്ടു പോകുന്നൊരു രീതിയിലുള്ള ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിൽ നിന്നും അല്പം വിഭിന്നമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് ഞാൻ മുൻപോട്ടുള്ള വേദഭാഗങ്ങളിൽ അത് വിശദീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ശ്രദ്ധയില്ല എങ്കിൽ ഗ്രഹിപ്പിച്ചു തരുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ മോർട്ടലായിട്ടുള്ള ഞാൻ മാത്രമല്ല ഫേസ് ചെയ്തത്. 1-ാം നൂറ്റാണ്ടിൽ എബ്രായ ലേഖനം എഴുതിയ ആ ദൈവവൃത്യനും ഫേസ് ചെയ്തു എന്നുള്ളത് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം ഇറ്റ് ഈസ് നോട്ട് ഓൺലി മൈ പ്രോബ്ലം, ഇറ്റ് വാസ് ദർ ഓൾ ത്രൂ ദ സെഞ്ച്വറീസ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയും ഇൻട്രസ്റ്റും ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതെന്നുള്ളതിൻ്റെ വളരെ ഷോർട്ടായിട്ട് ഞാനൊന്ന് പറയാം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഭാവികാല അല്ലെങ്കിൽ യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ചുള്ളതാകുന്ന സത്യത്തിലുള്ള വിശ്വാസം പലരുടെയും ഹൃദയത്തിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ്റെ മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതായത്, ഇപ്പോൾ നമ്മൾ പൊതുവെ നോക്കിയാൽ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ഗാനങ്ങൾ പുതിയ പാട്ടുകളിൽ, പ്രത്യേകിച്ച് അടുത്ത കാലത്തുള്ള പാട്ടുകളിൽ വളരെ കുറവാണ്. 1-2 കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അത് നഷ്ടമായിരിക്കുന്നതെന്ന് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. നമ്മൾ ഈ സെൻസേഷണലൈസ് ചെയ്തിരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാനും ഒരു കാലത്ത് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു. ഞാൻ ഒരുപാട് കൃതികൾ വായിച്ചിട്ടുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചിന്തിക്കുകയായിരുന്നു,
ഏകദേശം 30 വർഷങ്ങൾക്ക് പുറകിൽ കേട്ടതാകുന്ന പ്രസംഗങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ, ആ പ്രസംഗങ്ങൾ ഭൂരിഭാഗവും, അതായത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ എന്താ പറയുന്നത്, ഈ Y2K ജനറേഷൻ അത് ഓർക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ Y2K ജനറേഷന് പുറകിലുള്ള ജനറേഷൻ അത് ഓർക്കുമായിരിക്കും. 90s ഒക്കെ സ്കൂളിലൊക്കെ പഠിച്ചവർക്കറിയാം. ഗൾഫ് വാറിനോടുള്ള ബന്ധത്തിൽ എന്തോരു പ്രസംഗങ്ങളായിരുന്നു. ഇൻഫാക്റ്റ് സാദം ഹുസൈൻ എതിർ ക്രിസ്തു ആണെന്നുള്ള പ്രസംഗങ്ങൾ ഞാൻ പലത് കേട്ടു. അത് ലെസ് മോർട്ടൽസിൽ നിന്നല്ല, ഭയങ്കര ലീഡിങ് ആയിട്ടുള്ളവരിൽ നിന്ന് കേട്ടു. ഇപ്പോഴും ചിലതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത്. അപ്പോൾ അത് കേട്ടിരുന്ന പലരും ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പം അങ്ങനെ അല്ലായിരുന്നല്ലോ കാര്യങ്ങൾ. ഓർക്കുന്നോ? അത് മാത്രം. അപ്പോൾ നമുക്ക് വരുവാനുള്ള, അല്ലെങ്കിൽ ലാസ്റ്റ് തിങ്സ്, സംഭവിപ്പാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാൻ ഒരു കാരണം വേദപുസ്തകം വേണ്ട നിലയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെന്നുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇന്ന് പറ്റിയാൽ പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയതാകുന്ന വിഷയമെന്നുള്ളത് ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, വിശേഷിച്ച് അന്ത്യകാലം എന്നുള്ള ആ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിന് പല സ്റ്റേജസിലാണ് അതിൻ്റെ നിവൃത്തി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഒന്നുകൂടെ പറയാം, ഈ അന്ത്യകാലമെന്ന് പറയുന്ന കാലഘട്ടം വേദപുസ്തകപ്രകാരം ആരംഭിച്ചത് എന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ ക്രൂശീകരണം, അല്ലെ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും തുടങ്ങിയാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. നിങ്ങൾ ചില വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു. 1-2 വേദഭാഗങ്ങൾ വളരെ പെട്ടെന്ന്. ഒന്നാമത് അപ്പോസ്തല പ്രവൃത്തി 2:16 ഒന്ന് വായിച്ചേ. നോക്കുക, അത് മതി. ഇത് യോവേൽ പ്രവാചകൻ, അപ്പോൾ പെന്തക്കോസ്ത് നാളിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ മേൽ ഡിസെൻഡ് ചെയ്യുന്ന ആ സംഭവവും അവിടെയുള്ളതാകുന്ന മാനിഫെസ്റ്റേഷൻസും അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നൊരു കാര്യം. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറയുകയാണ്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും. അപ്പോൾ അന്ത്യകാലം എന്നാ തുടങ്ങിയത്? അന്ന് തുടങ്ങിയതാണ്. ദ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ അത് തുടങ്ങി. മെസ്സയ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്ന അന്ന് തൊട്ട് ദ ലാസ്റ്റ് ഡേയ്സ് were inaugurated at the first coming of Christ. അതുകൊണ്ടാണ് ഇനി അനേക വേദഭാഗങ്ങളുണ്ട്. ഒരു വേദഭാഗം കൂടെ ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചുള്ളൂ പെട്ടെന്ന്. വായിച്ചു. മൈക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും.
ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്ത്. അപ്പോൾ അന്ത്യകാലം എന്നാ ആരംഭിച്ചത്? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവില. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്നത് കർത്താവിൻ്റെ ഒന്നാം വരവെങ്കിലാണ്. ഫസ്റ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഫസ്റ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് and the second coming of Christ. Between these two comings, we don't know how many days or years or centuries are there. We don't know. But this whole period is called as the last days. മനസ്സിലായല്ലോ? അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മളതാ കാണുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയുടെ കാലമാണ് ഏത് കാലം? അന്ത്യകാലം. യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിങ്കൽ മുതലുള്ള ആ കാലഘട്ടത്തെ ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് ഫുൾഫിൽമെൻറ്റ് of what has been long ago prophesied by the prophets of the old. It is the days of fulfillment. What has been promised, what has been prophesied about the Messiah and the last days. And these days are the days of fulfillment. Okay? ഫുൾഫിൽമെൻറ്റിൻ്റെ കാലമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം നമ്മളങ്ങോട്ട് വായിച്ചു തുടങ്ങിയാൽ ഇത് സംഭവിച്ചു സോ ദാറ്റ് ദിസ് ഹാപ്പൻഡ് സോ ദാറ്റ് ദ സ്ക്രിപ്ചർ മൈറ്റ് ബി ഫുൾഫിൽഡ്. വായിച്ചിട്ടുണ്ടോ? തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ഇത് സംഭവിച്ചു. തിരുവഴുത്തിൽ ഇന്നതെഴുതിയത് നിവൃത്തി വന്നു ഇപ്പോൾ. നോക്കിയേ, ഇറ്റ് ഈസ് എൻ ഏജ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആ ഫുൾഫിൽമെൻറ്റിൻ്റെ കാലഘട്ടമാണ്. ആ ഫുൾഫിൽമെൻറ്റിൻ്റെ കാലഘട്ടമായതുകൊണ്ടാണ് ഈ പ്രൊഫസീസ് എല്ലാം തന്നെ, ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ഇറ്റ് ഈസ് ബീയിങ് ഫുൾഫിൽഡ് ഇൻ സ്റ്റേജസ്. പല പാദങ്ങളിലാണ് ഇത് നിവൃത്തി വരുന്നത്. അതിൻ്റെ ചില വേദഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ഓൾറെഡി ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് യെറ്റ് ടു ബി ഫുൾഫിൽഡ്. ഓക്കെ, ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്. സോ വി ലിവ് ഇൻ ദ ഏജ് ഓഫ് already and not yet. We live in that tension. There is no problem here, no problem in the scripture. പ്രശ്നങ്ങളില്ല, but there is a constant tension between the already and not yet. സംഭവിച്ച് നിവൃത്തിയായി, എന്നാൽ ആ നിവൃത്തിയായത് അതിൻ്റെ കൺസ്യൂമേഷനിലേക്ക് വന്നിട്ടില്ല. നിവൃത്തിയായി കൺസ്യൂമേഷനിലേക്ക് വന്നിട്ടില്ല. ചില വേദഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഇനിയും ആ വേദഭാഗങ്ങൾ എടുക്കാൻ നമുക്ക് സമയമില്ല. ഇനി ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ചോളൂ. ദ ട്രിബുലേഷൻ ആൻഡ് ആൻറ്റൈ ക്രൈസ്റ്റ് ആർ ഹിയർ ഓൾറെഡി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ when Apostle John writes, he says, Antichrist is already here. ഇല്ലേ? 1 യോഹന്നാൻ 2:18, 22, 4:3, 2 യോഹന്നാൻ 7. ഒന്ന് വായിച്ചോളൂ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു.
അപ്പോൾ ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി യോഹന്നാൻ പറയുക, ഇത് അന്ത്യനാഴികയാകുന്നു. അന്ത്യനാഴികയാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ല്. യോഹന്നാൻ പറയുകയാണ്, ഉറപ്പായിട്ടും യേശു കർത്താവ് എൻ്റെ ആയുസ്സിൽ തന്നെ വരുമെന്നല്ല യോഹന്നാൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ദ നെക്സ്റ്റ് തിങ് ടു ബി ഫുൾഫിൽഡ് ഈസ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. മനസ്സിലായോ? അല്ലാതെ ഈ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരാരും അവരുടെ ജീവകാലത്ത് കർത്താവ് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. They expected the coming of the Lord, but they were not adamant and dogmatic that the Lord will come in their lifetime. That was their expectation. In other words, the next thing that has to be fulfilled is the coming of the Lord. മനസ്സിലായി? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിബ്ലിക്കൽ പ്രൊഫസീസിൽ ലാസ്റ്റ് തിങ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദ നെക്സ്റ്റ് തിങ് ഓൺ ഗോഡ്സ് കലണ്ടർ ദാറ്റ് യെറ്റ് ടു ബി ഫുൾഫിൽഡ് ഈസ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അവർക്കതാ. അതുകൊണ്ടാണ് യോഹന്നാന് ഈ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഇതെന്താകുന്നു? അന്ത്യനാഴികയാകുന്നു. 1 John 2:22. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ. മലയാളത്തിൽ അതിന്റെ മുകളിലത്തെ വാക്യം കൊടുന്ന് വായിച്ചോളൂ. നിങ്ങൾ സത്യം അറിയായക കൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും ഭോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയിലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത്, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. നോക്കാം. അപ്പോൾ യോഹന്നാൻ പറയുന്നൊരു കാര്യം, എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. എന്നാൽ അതേസമയം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, എ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഈവിൾ. ഒരു വ്യക്തി, അതായത് ദൈവമക്കൾ അവർക്ക് ഡൗൺ ത്രൂ ദ സെഞ്ച്വറീസ് they were persecuted and troubled by the worldly powers and the devil himself. In fact, Rome was the Rome, what you call the Roman Empire. The Roman Empire was a forerunner to the Antichrist in those days. അപ്പോൾ അങ്ങനെയാണ് അവരതിനെ കണ്ടത്. ദൈവജനത്തെ പീഡിപ്പിക്കുന്ന, ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന, അല്ലേ, ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളോട് വിരുദ്ധമായി നിൽക്കുന്ന എതിർ ക്രിസ്തുക്കൾ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതേ സമയം തന്നെ ബൈബിള് യോഹന്നാൻ വെളിപ്പാടിലേക്ക് വരുമ്പോൾ എന്നാ പറയുന്നത്? ഒരുവൻ, അതിൻ്റെ ഫൈനലായിട്ടൊരാൾ വരാൻ പോകുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ ആൻഡ് ഇറ്റ് ടു കം. 2 കൊരിന്ത്യർ 5:17 നമുക്കറിയാം. വി ആർ ഓൾറെഡി എ ന്യൂ ക്രിയേഷൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പക്ഷേ ആ പുതിയ സൃഷ്ടിയുടെ എന്താ പറയുന്നേ, നമ്മൾ പുതിയ സൃഷ്ടിയായതിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും പുറമേ നോക്കിയാലൊന്നും കാണത്തില്ല. ദിവസം കഴിയുന്തോറും ഈ മുടിയും പൊഴിഞ്ഞ് പല്ലും പൊഴിഞ്ഞ് മുഖമൊക്കെ വിരൂപമാക്കി
അത് നമ്മൾ എന്തെല്ലാം പണി ചെയ്താലും ഇത് പിന്നെയും പിന്നെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിരുവായിക്കൊണ്ടിരിക്കുക. കറുപ്പിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുന്നുണ്ടെങ്കിൽ പിന്നെയും വെളുക്കും. എന്ന് പറഞ്ഞാൽ വി ആർ ഓൾറെഡി എ ന്യൂ ക്രിയേഷൻ. പക്ഷെങ്കിൽ ആ ഇൻറ്റേർണലി ഉള്ള ആ ന്യൂ ക്രിയേഷൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ റെവലേഷൻ 21:5 ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. യോഹന്നാൻ 5:25 അനുസരിച്ച് the hour of resurrection has arrived already. യോഹന്നാൻ 5:25 ഒന്ന് വായിച്ചോളൂ. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാ പറയുന്നേ. ഈ റിസറക്ഷൻ എന്താ? യേശുകർത്താവ് പറയുന്നത് നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. എന്നിട്ട് കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചപ്പം ഒന്ന് ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എങ്ങനെയാണ്. അത് രണ്ട് വിധത്തിലുമുണ്ട്. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് രണ്ട് നിലകളിൽ കർത്താവ് കാണിക്കുക. ലാസറിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കണം, ലാസറിനെ ഉയർപ്പിച്ചെങ്കിലും ലാസർ എന്ത് ചെയ്തു? പിന്നീട് മരിച്ചു. അപ്പോൾ ഫിസിക്കൽ റിസറക്ഷൻ അവിടെ ഉണ്ടായത് സത്യത്തിൽ ലാസറിൻ്റെ ഉയർപ്പിനാൽ കർത്താവിന് മരിച്ചവരുടെ മേലുള്ള അധികാരത്തെ അല്ലെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഫോർട്ടേസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റായിട്ട് ലാസറിൻ്റെ ഉയർപ്പ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് എൻ്റെ ചിന്തയിൽ ഈ വേദഭാഗവുമായിട്ടാണ്. ഏതാണെന്നറിയാമോ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. റിസറക്ഷൻ ഇറ്റ് ഈസ് ഓൾറെഡി ഹിയർ. ഇത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ ആ ഫിസിക്കൽ ആസ്പെക്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന ആ പുത്രത്വം പ്രാപിക്കുന്ന ആ അനുഭവം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ പ്രാപിച്ചിട്ടില്ല. വി ഹാവ് നോട്ട് യെറ്റ് എക്സ്പീരിയൻസ്ഡ് the resurrection power in a physical way. ഫിസിക്കലി ആ റിസറക്ഷൻ പവർ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 5:28-29. അപ്പോൾ യോഹന്നാൻ 5:25 പറയുന്നത് സ്പിരിച്വൽ റിസറക്ഷനെ കുറിച്ചാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആ സ്പിരിച്വൽ റിസറക്ഷൻ ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ് ആൻഡ് യെറ്റ് വി അവൈറ്റ് ദ റിസറക്ഷൻ. ജോൺ 5:28-29 ഒന്ന് വായിച്ചു. ഇതിൽ വായനക്കാരൊന്നുമില്ല, ചില ദിവസങ്ങളിൽ മത്സരമാണ്. വായിച്ചു. ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. വായിച്ചു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അതന്നെ. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ ഇത് 28-29 വാക്യങ്ങളാ. ഓക്കെ, 28 വേഴ്സ് 28 and 29. ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും. ഈ റിസറക്ഷൻ ഏതാണെന്നറിയാമോ? ഫിസിക്കൽ റിസറക്ഷനാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം
resurrection, we were dead in our trespasses and sins. Resurrection has already taken place. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 5:25. എന്നാൽ 5:28, 29 കർത്താവ് പറയുകയാണ്, കല്ലറകളിലുള്ളവർ അവൻ്റെ ശബ്ദം എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട്. അടുത്തത് 29. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ നോക്കുക, അതിനുള്ള നാഴിക വരുന്നു. ഇറ്റേണൽ ലൈഫ് ഈസ് അവേഴ്സ് ടുഡേ, നമുക്കറിയാം. എന്നാൽ അതേസമയം വി വെയിറ്റ് ഫോർ എ ഫൈനൽ ഡേ. ദാനിയേൽ 12:2. ഓക്കെ, ഞാൻ ആ വേദഭാഗത്തൊന്നും നിൽക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ there is a now and not yet, and the fulfillment of the prophecy in stages is the standard issue in the scripture. അതായത് പ്രവചനങ്ങളുടെ നിവൃത്തീകരണം now and not yet, അല്ലെങ്കിൽ already and not yet എന്നുള്ള ആ ഒരു പ്രവചന നിവൃത്തിയുടെ ഒരു കാര്യം വേദപുസ്തകത്തിലെ എല്ലാ പ്രവചനങ്ങളെക്കുറിച്ചും ഉള്ളതാണ്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഓവർലാപ്പിലാണ് ജീവിക്കുന്നത്. ഒരു ഓവർലാപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെസ്സയാനിക് ഏജ് ടു കം ഹാസ് അറൈവ്ഡ്, ബട്ട് ഓൺലി ഇൻ ഇറ്റ്സ് ഇനാഗുറേറ്റഡ് ഫോം. ഇറ്റ്സ് ഫുൾനെസ് അവേറ്റ്സ് കൺസ്യൂമേഷൻ. മെസ്സയാനിക് ഏജ് വന്നു കഴിഞ്ഞു. എന്നാൽ അതേ സമയം തന്നെ അത് വീണ്ടും അതിൻ്റെ സമ്പൂർണമാകുന്ന നിവൃത്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഈ കാര്യം നമ്മൾ മറക്കരുത്. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ പഴയ നിയമ പ്രവചനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രവചനങ്ങൾക്ക് ഒരു സവിശേഷമാകുന്ന സ്വഭാവമുണ്ട്. ഒരു സവിശേഷ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ, ഞാൻ ചില വേദഭാഗങ്ങൾ എടുക്കാം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം തന്നെ അവർ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ദൂത് പറയുമ്പോൾ അവർ അന്നുണ്ടായിരുന്ന സമകാലീന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. അതായത് അവിടെ ആ സമകാലീനമാകുന്ന ചരിത്ര അവസാനത്തിലെ ആ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ സമകാലീന സംഭവങ്ങളെ കർത്താവിൻ്റെ ദിവസം എന്നുള്ള നിവൃത്തിയാകാനുള്ള ഒരു ദിവസവുമായി ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും പറയുന്നത്. നിങ്ങളെന്നെ ഒന്ന് ഫോളോ ചെയ്യണം. എനിക്കറിയാം ഞാൻ അത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായില്ല, എന്നാൽ ചില വേദഭാഗങ്ങൾ നമ്മൾ കാണാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഇത് പഴയ നിയമപ്രവാചകന്മാരുടെ എല്ലാം പ്രവചനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം, യഹോവയുടെ ദിവസം. കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന, അവിടുത്തെ രാജ്യം സ്ഥാപിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെയാണ്
കർത്താവിൻ്റെ ദിവസമെന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. യു ഹാവ് ടു ഗിവ് മീ അൺഡിവൈഡഡ് അറ്റൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ നമ്മൾ പ്രസംഗിക്കപ്പെടാത്ത കാര്യമായതുകൊണ്ട്, ഇത് നമുക്ക് പരിചയമില്ലാത്ത കാര്യമുണ്ട്. എനിക്കും വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ ബോംബുകളുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ പ്ലെയിനിനെ കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ. ഞാൻ കറണ്ട് ഇഷ്യൂസിനെ കുറിച്ച് എനിക്ക് നല്ല ഗ്രാസ്പുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ പറഞ്ഞ് സെൻസേഷണലൈസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് പുസ്തകത്തിലില്ലെന്നുള്ളതാണ് എൻ്റെ വിഷയം. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് പിണങ്ങി. കാരണം ഇതാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. അവിടെയാ പ്രശ്നം, അതിവിടെയാ പ്രശ്നം. വേദപുസ്തകം എന്ത് പറയുന്നു? വേദപുസ്തകത്തിലോട്ട് നമ്മൾ വിഷയങ്ങളെ അടിച്ചേൽപ്പിക്കരുത്. വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. ഞാനതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടു. അത് മുഴുവൻ പാളിപ്പോയി. ഓരോന്നെടുത്ത് ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പ്രവചനങ്ങൾ അവരെങ്ങനെയാണ് പ്രവചിച്ചതെന്ന്, ഇതൊരു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മനസ്സിലാകാനുള്ള ഒരു കീയാണ്, ഒരു താക്കോല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെന്നെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത്, ഈ സമകാലീന വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് പ്രവാചകന്മാരെല്ലാം സംസാരിച്ചത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെ സംസാരിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ് സംസാരിച്ചത്. എന്നിട്ട് ആ ഇമ്മീഡിയറ്റ് ഹിസ്റ്ററിയിൽ എന്തു സംഭവിക്കുമെന്നുകൂടെ അവർ പറഞ്ഞു. കേൾക്കണേ, എന്നെ കേൾക്കണേ. ഉദാഹരണത്തിന് പ്രോഫറ്റ് ജെറമായ ദൈവാലയത്തിങ്കിലേക്ക് വരികയാണ്. യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അന്ന് യെരുശലേം, യഹൂദ ഭയങ്കര പ്രോസ്പറസ് ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവർ യഹോവയുടെ ആലയം, യഹോവയുടെ മന്ദിരം എന്നൊക്കെയായിരുന്നു അവരുടെ സ്ലോഗൻസ്. അപ്പോൾ യെരമ്യാവ് ഇങ്ങോട്ട് വന്നേച്ച് പറയുക, ദൈവം കാണുന്നത് നിങ്ങൾ കാണുന്ന പോലെ അല്ല. എന്നിട്ട് യെരമ്യാവ് പറയുക, അന്നത്തെ നിങ്ങളുടെ സ്നേഹം എവിടെ? നിങ്ങൾ ജീവന്റെ ഉറവയെ ത്യജിച്ച ശേഷം പൊട്ടക്കിണറുകൾ അന്വേഷിച്ച് നടക്കുകയല്ലേ. നോക്കിയേ, അപ്പോൾ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ടു സീ തിങ്സ് ആസ് ഗോഡ് സീസ് ഇറ്റ്. ദൈവം എങ്ങനെ കാര്യങ്ങളെ കാണുന്നോ അതുപോലെ ജനത്തോട് പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവചനമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫോർടെല്ലിങ്ങിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഫോർടെല്ലിങ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നതിനാണ് ഫോർടെല്ലിങ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ബിബ്ലിക്കൽ പ്രൊഫസീസിൽ ഫോർടെല്ലിങ് ഉണ്ട്. എന്നാൽ ബിബ്ലിക്കൽ പ്രൊഫസീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫോർത്ത് ടെല്ലിങ് എന്താണെന്നറിയാമോ? അതാ ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് ഇപ്പോഴുള്ള കാര്യം എന്നിട്ട് പഴയ നിയമ പ്രവചനങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ അറിയാം. അവിടെ അവർ പറയും, വിദൂര ഭാവിയിലല്ല, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ അസിറിയ അവർക്കെതിരെ വരുന്നതോ നെബൂഖദ്നേസർ അവർക്കെതിരെ വരുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എൻ്റെ ഒപ്പം വരണേ. പ്രവാചകന്മാർ വരുന്നു, പ്രവചനങ്ങൾ പറയുന്നു, എന്നിട്ട് പറയുക
നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ വാഗൊണ്ട് എന്നെ ബഹുമാനിക്കുന്നൊക്കെ ഉണ്ട്, കാര്യം ശരിയാ, പക്ഷേ നിങ്ങളുടെ ഹൃദയം വിദൂരമാണ്. നിങ്ങൾ യെശയ്യാവിൻ്റെ ഭാഷയെ പറഞ്ഞ അകൃത്യഭാരം ചുമക്കുന്ന ജനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പറയും, മാനസാന്തരപ്പെടണം, റിപ്പന്റ്, യഹോവയെങ്കിലേക്ക് തിരിയണം, യഹോവയെ അന്വേഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു പ്രവചനമെന്നേ. എന്നിട്ട് പറയും, ഇഫ് യു ഡു നോട്ട് സീക്ക്, ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് കമ്മിങ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമാകുന്ന നാൾ വരുന്നു. പക്ഷെങ്കിൽ അവർ യഹോവയുടെ വലുതും ഭയങ്കരവുമാകുന്ന നാളെന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിൽ അന്ന് ആ അടുത്ത ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അസിറിയൻ ഇൻവേഷനെ കുറിച്ചോ ഒരു ബാബിലോണിയൻ ഇൻവേഷനെ കുറിച്ചോ ഒക്കെ ആയിരുന്നു അവർ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആ ദിവസം, ആ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുകയും ദൈവം തനിക്കായി ഒരുക്കമുള്ള ഒരു ജനത്തെ ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഡേ ഓഫ് ദ ലോർഡ് അക്കോർഡിംഗ് ടു ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രോഫറ്റ്സ്. പക്ഷെങ്കിൽ ഈ പ്രവാചകന്മാരെല്ലാം ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ സമീപ ഭാവിയിലെയും അന്നത്തെ കാര്യങ്ങളെയും പറയുമ്പോൾ തന്നെ അന്ത്യകാലത്തെക്കുറിച്ചുകൂടെ അവർ പറഞ്ഞു. എങ്ങനെയാണ് അവർ പറഞ്ഞത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ദ ഈവൻസ് ഓഫ് ദ പ്രസൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അതായത് പഴയ നിയമ പ്രവചനങ്ങളെല്ലാം തന്നെ അന്ന് പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങളും അതേ തുടർന്ന് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഉദാഹരണത്തിന് അസിറിയക്കാരനാകുന്ന ഇന്നാരി വരുന്നു, അല്ലെങ്കിൽ നെബൂഖദ്നേസർ വരുന്നു, ആ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. രണ്ടാമത്തെ അവരുടെ ഫോക്കസ് ദ ലാസ്റ്റ് തിങ്സ്, ആത്യന്തികമായിട്ട് യുഗാന്ത്യത്തിൽ സംഭവിപ്പാനുള്ള കാര്യം. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആമോസിൻ്റെ പ്രവചനത്തിലേക്കൊന്ന് കടന്നു വരാം. Amos chapter 5 and verse 18. മക്കളെ, I think you can read this, right? You can read this and understand. അതുകൊണ്ട് ഞാൻ ചില പോയിന്റ് മാത്രം പറയാതെ ഒന്ന് യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നോക്കുക, യഹോവയുടെ ദിവസം. അപ്പോൾ ഈ യഹോവയുടെ ദിവസം എന്ന് സത്യത്തിൽ ആമോസ് പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ഇത് അസിറിയക്കാരനാകുന്നൊരു രാജാവ് വന്നിട്ട് ഇസ്രയേലിനെ പണീഷ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആ ഭാഗം മുഴുവൻ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. നോക്കുക, അതിനെ അദ്ദേഹം എങ്ങനെയാണ് വിളിക്കുന്നത്? യഹോവയുടെ ദിവസം. എന്നാൽ ആ യഹോവയുടെ ദിവസം എന്ന് അസിറിയക്കാരനാകുന്ന അശ്ശൂർ രാജാവ് വന്ന് ഇവരെ എന്താ പറയുന്നത്, ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയും ഇവർക്കെതിരെ ഈ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ അതിനോട് ചേർത്ത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിനോട് ചേർത്താണ് ആമോസ് പറയുന്നത്. 9:11 തൊട്ടൊന്ന് വായിച്ചേ. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. നോക്കുക, വീണുപോയ
ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ ഉയർത്തുകയും നിവർത്തുകയും. ഓക്കെ, ഇൻ ദാറ്റ് ഡേ ഐ വിൽ റൈസ് അപ്പ് ദ ബൂത്ത് ഓഫ് ഡേവിഡ് ദാറ്റ് ഈസ് ഫോളൻ ആൻഡ് റിപ്പയർ ഇറ്റ്സ് ബ്രീച്ചസ്. വീണുപോയ ദാവീദിൻ്റെ, മലയാളം വേദപുസ്തകത്തിൽ അടുത്ത വാക്യമാണ് കേട്ടോ, അത് 12-ാമത്തെ വാക്യം. ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണികയും ചെയ്യും എന്നാകുന്നു ഇതനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നോക്കണം, ഇവർ ചെയ്യുന്നതാകുന്ന കാര്യം, അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ പ്രവാചകങ്ങളിൽ അവർ പ്രവചനം പറയുമ്പോൾ അന്നത്തെ വിഷയങ്ങൾ സമീപഭാവിയിൽ സംഭവിക്കുന്നതുമായി ചേർത്ത് പറഞ്ഞിട്ട് അന്ത്യകാലത്തെ വിഷയവുമായിട്ടാണ് അവരതിനെ കോർത്തിണക്കുന്നത്. ഇത് തന്നെയാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ബാബിലോണിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് യെശയ്യാവ് 13 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സെഫന്യ 1:2-18 വരെ, പ്രത്യേകിച്ച് ആ 1:18 ഒന്ന് വായിക്കാമോ? സെഫന്യാവ് 1:18. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നോക്കുക, ഈ അതിൻ്റെ മുകളിൽ നിങ്ങൾ താഴോട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പറയുന്നത് അന്ന് ആ സമീപഭാവിയിൽ, ആ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സെഫന്യ പറയുക. ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നു, ദൈവം പണിഷ് ചെയ്യാൻ പോകുന്നു, ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞേച്ച് അദ്ദേഹം അതിനെ കണക്റ്റ് ചെയ്യുന്നത് ആ ഫൈനൽ ഡേയുമായിട്ടാണ്. ഇത് പഴയ നിയമ പ്രവചനങ്ങളുടെ എല്ലാം ഒരു സവിശേഷമാകുന്ന സ്വഭാവമായിരുന്നു. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, can you show that? ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ദാനിയേൽ അതിൻ്റെ 11-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിച്ചാൽ, the great last enemy of God's people as the historical king of Greece. ആ 11-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആ ദൈവജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ആ ഏറ്റവും ദൈവജനത്തെ ഉപദ്രവിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദാനിയേൽ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ അതിൻ്റെ 11-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഇത് ഗ്രീക്കുകാരനാകുന്ന അല്ലെങ്കിൽ ഗ്രീസിൻ്റെ ഒരു ഭരണാധിപനെക്കുറിച്ചായിരുന്നു ദാനിയേൽ പറഞ്ഞിരുന്നത്. അന്തിയോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. ഈ പ്രവചനം നമുക്കറിയാം പിന്നീട് അക്ഷരീകമായി നിറവേറി. അതാണ് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഞാൻ ആ ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അടുത്ത സമയത്ത് ഞാൻ അത് വായിക്കുകയുണ്ടായി. അതിൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. അതായത് ആ കാലത്തെ ഹിസ്റ്ററിയെക്കുറിച്ച് F.F. ബ്രൂക്ക് എന്ന് പറയുന്ന ആ ദൈവഭൃത്യൻ എഴുതിയ ആ ബുക്കിൽ, എൻ്റെ കൈവശം ആ പുസ്തകമുണ്ട്, അദ്ദേഹം അതിനെ വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. ഈ അന്തിയോക്യസ് എപ്പിഫാനസ് വന്ന് എന്താണ് യെരുശലേം ദൈവാലയത്തിൽ ചെയ്തതെന്നും ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ഇദ്ദേഹമാണ് the great last enemy of God's people. എന്നാൽ അതിൻ്റെ 11-ന്റെ
36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിദൂര കാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന എതിർ ക്രിസ്തുവാണ് എന്നാണ് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നോക്കണം, ഞാൻ ഈ ഭാഗങ്ങളെല്ലാം എന്തിനായി പറഞ്ഞു വരുന്നതെന്നറിയാമോ? ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം പെട്ടെന്ന്. ഞാൻ ആ വിഷയങ്ങൾ ഓരോന്നായിട്ടെടുത്ത് വിശദീകരിക്കുന്നില്ല. പറയുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. അതായത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വിദൂര ഭാവിയിൽ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നതിനെ ചേർത്തു പറയുക എന്നുള്ളത് വേദപുസ്തക പ്രവചനങ്ങളുടെ എല്ലാം പൊതു സ്വഭാവമായിരുന്നു. പ്രത്യേകിച്ച് അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ. ഇസ് ദാറ്റ് ക്ലിയർ? എനിക്കത് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആണോ എന്നെനിക്കറിയില്ല, ഈ വേദഭാഗങ്ങളല്ല. അതുകൊണ്ടാണ് ദാനിയേൽ ആ ഗ്രീക്ക് രാജാവിനെ കുറിച്ച് പറയുന്നത് ഹീ ഈസ് ദ ആർച്ച് എനിമി ഓഫ് ഗോഡ്സ് പീപ്പിൾ എന്നാണ് പറയുന്നത്. ദൈവജനത്തിൻ്റെ ആർച്ച് എനിമിയാണ്. ആ എനിമി എന്തെല്ലാം ചെയ്യും, അവൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നതെന്നറിയാമോ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ, മത്തായി പറയുന്നു, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് എന്ന് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ആ കാര്യം നിറവേറുന്നത് സത്യത്തിൽ AD 70 റോമൻ ഭരണാധികാരികൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കനുസരിച്ച് യെരുശലേമിനെ അതിനെ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു വാക്യം വായിച്ചേ, ലൂക്കോസിൻ്റെ സുവിശേഷം, ബൈ ദ വേ മത്തായിയുടെ സുവിശേഷം 24 ലൂക്കോസിൻ്റെ സുവിശേഷം 21 ഈ വേദഭാഗങ്ങളെ ഒലിവുമല പ്രഭാഷണം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണം, ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിശേഷിച്ച് യുഗാന്ത്യ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ഈ വേദഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഒലിവറ്റ് ഡിസ്കോഴ്സിൽ our Lord was concerned with both the historical judgment of Jerusalem at the hands of the Roman armies and the appearance of the Antichrist in the last days. നോക്കണം, പഴയ നിയമത്തിലെ പ്രവചനങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടല്ലോ. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ സമീപ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യവും യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഒരു സാദൃശ്യമായിട്ടാണ് അവരതിനെക്കുറിച്ച് പറഞ്ഞത്. അന്ത്യകാലത്ത് ഇന്നത് വരാൻ പോകാണ്, ഇന്നത് സംഭവിക്കും എന്നുള്ളത് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് യെരുശലേമിന്മേലുള്ളതാകുന്ന ദൈവത്തിൻ്റെ ആ ശിക്ഷണ നടപടി ലൂക്കോസിൻ്റെ സുവിശേഷം 21:20 ഒന്ന് വായിച്ചോളൂ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ശിഷ്യന്മാരോട് പറയുക, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഇത്
ഹിസ്റ്ററിയിൽ സംഭവിച്ച കാര്യമാണ്. കർത്താവ് അന്ന് പറഞ്ഞു, ജഡ്ജ്മെന്റ് ഈസ് കമ്മിങ്. നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെന്റ്, ദ സൺ ഓഫ് മാൻ ഈസ് കമ്മിങ് ഇൻ ജഡ്ജ്മെന്റ് ഓൺ ദിസ് പീപ്പിൾ. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വേദഭാഗം നമ്മൾ പിന്നീട് ചിന്തിക്കും, എങ്കിലും ഇപ്പോൾ ഒന്ന് ഞാനങ്ങ് പറഞ്ഞു പോകാം. ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിങ്ങൾ ജാതികളോടൊന്നും എന്ത് ചെയ്യണ്ട, പറയണ്ട. എപ്പോഴാണെന്നറിയോ? ക്രൂശിന് മുമ്പാ പറയുന്നത്. എന്നിട്ട് പറയാ, കാണാതെ പോയ ഇസ്രയേൽ ഗോത്രങ്ങളിലെ, അല്ലെങ്കിൽ ഇസ്രയേൽ ഗോത്രങ്ങളിലേക്ക് തന്നെ, ആ ആടുകളുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. എന്നിട്ട് കർത്താവ് അവരോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പട്ടണം തോറും ചെല്ലുമ്പോഴേ ചിലർ നിങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ സ്വീകരിക്കുകയില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കാലിലെ പൊടി എന്ത് ചെയ്യണം? തട്ടിക്കളയണം. ഇത് എന്താണ് കർത്താവ് പറഞ്ഞതെന്ന് യഹൂദന്മാർക്ക് ശരിക്കും മനസ്സിലാകും. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? യഹൂദന്മാർ ഒരു യാത്ര പോയാൽ, യഹൂദന്മാർ, കാരണം അവർ സെപ്പറേറ്റഡ് ആണല്ലോ, അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരൊരു യാത്ര പോകുന്നു. യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പം ശമരിയയിൽ കൂടെ ഒക്കെ കയറിയായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പം അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ശമരിയ ക്രോസ് ചെയ്ത് പിന്നെയും ഇസ്രായേലിൻ്റെ ടെറിട്ടറിയിലോട്ട് കയറുമ്പം, ഇവർ ജാതികളുടെ ദേശത്തൂടല്ലേ പോയേ, അവരെന്ത് ചെയ്യുമെന്നറിയാമോ? കാലയിലെ പൊടി തട്ടിയങ്ങ് കളയും. അതവരുടെ ഒരു പ്രാക്ടീസായിരുന്നു. കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആരോടാ പറഞ്ഞേക്കുന്നതെന്നറിയാമോ? ഇസ്രയേലിനെ കുറിച്ചാണ് പറഞ്ഞേ. നിങ്ങൾ ഇസ്രയേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലണം. ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാൽ അവൻ്റെ മേൽ സമാധാനം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൂടെ പോരും. പക്ഷെ പോരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പൊടി തട്ടിക്കളഞ്ഞിട്ട് പോരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജഡ്ജ്മെൻറ്റ് ഈസ് കമ്മിങ്. എന്നിട്ട് കർത്താവ് ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്നറിയാമോ? ആ വിദൂരമല്ലാത്ത ഭാവിയിൽ യെരുശലേമിൻ്റെ മേൽ ദൈവം അയക്കുന്ന ആ ശിക്ഷണ നടപടിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. നോക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആ ഒലിവുമല പ്രഭാഷണത്തിലും യേശു കർത്താവ് പറയുകയാണ്, യെരുശലേമിനെ യെരുശലേമിനെ പട്ടാളം അല്ലേ, ആ വാക്കിന് 21:20 ലൂക്കോസ്, സൈന്യം, ഒന്ന് വായിക്കാമോ? സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നോക്കുക, കർത്താവ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ മത്തായി 24:15 തൊട്ടൊന്ന് വായിച്ചേ. മാത്യു 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പൊ കർത്താവ് വരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച്, അപ്പിയറൻസ് ഓഫ് ദ ആൻറ്റൈ ക്രൈസ്റ്റ്, യെരുശലേമിനെ സൈന്യം വളയുന്നത്, ഇതെല്ലാം കൂടെ ചേർത്താ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങളിൽ നമ്മൾ കാണുന്ന അതേ സ്വഭാവം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുവാൻ പോകുന്നവയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യങ്ങൾ നിവൃത്തിയായി, പക്ഷേ നിവൃത്തിയാകുവാൻ ഇനിയും ഉണ്ട്.
എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജിൽ അത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ സാക്ഷി നിന്ന 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ കർത്താവിൻ്റെ വാക്കുകൾ അവർ കേട്ടു, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി. കർത്താവിൻ്റെ മരണം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, കർത്താവിൻ്റെ വാക്കുകളുടെ നിവൃത്തി, ഇതെല്ലാം കണ്ട ആ വിശുദ്ധന്മാർ സഭയുടെ ചരിത്രവും അല്ല, 1-ാം നൂറ്റാണ്ടിലെ വേദപുസ്തകത്തിൽ സഭയുടെ ചരിത്രം എന്തിലേട്ടൊക്കെ വെളിച്ചം വീശുന്നോ അത് നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദേ ന്യൂ ഇറ്റ്. അവർക്ക് ഉറപ്പായിട്ടറിയായിരുന്നു കർത്താവ് പറഞ്ഞത് പലതും അവരുടെ കൺമുൻപിൽ നിവർത്തീകരിക്കപ്പെട്ടു. ഒരു കാര്യം കൂടെ ഇനി നിവൃത്തിയാകാനുള്ളൂ. ഏതാണെന്നറിയാമോ? 2ാമത്തെ വരവ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ധൈര്യത്തോടെ രക്തസാക്ഷികളാകാൻ അവർക്ക് മടിയില്ലായിരുന്നു. നമ്മൾ ചിന്തിക്കണം, AD 70 അങ്ങ് തീർന്നു പോയൊരു കാര്യത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഒന്നുമില്ല. നോ. AD 70 സംഭവിച്ചത് ഒരു പാർഷ്യലായിട്ടുള്ള, ഭാഗികമായിട്ടുള്ള അന്ത്യകാല പ്രവചനങ്ങളുടെ നിവൃത്തി മാത്രമായിരുന്നു. ആ വെളിച്ചത്തിലാണ് ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ജഡ്ജ്മെൻറ്റ്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിയാൽ 10-ാം അധ്യായം അതിൻ്റെ 17 മുകളിൽ തൊട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആകും ആ കാര്യം. ആ 23-ാമത്തെ വാക്യം 10:23 മനുഷ്യപുത്രൻ്റെ വരവോളം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ മഹത്വത്തിലുള്ള അവിടുത്തെ വരവല്ല, നേരെ മറിച്ച് യഹൂദൻ്റെ മേലുള്ള ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്, കർത്താവിൻ്റെ ആ സന്ദർശനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. കാരണം നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാകും. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിൽ ഈ ലോകത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ലോകത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് സംഭവിക്കട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? നമ്മുടെ വിഷയം നമ്മുടെ കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ അവിടുന്ന് മടങ്ങി വരും. ഇനി അത് മാത്രമേ നിവൃത്തിയാകാനുള്ളൂ. നമുക്ക് ബാക്കിയുള്ളതൊന്നും വിഷയമല്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിരിക്കേണ്ടത്. ഒരു വേദഭാഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ വിഷയം ഒന്നുകൂടെ ക്ലിയർ ആകും നിങ്ങൾക്കത് വായിക്കുമ്പോൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നോക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പുറകോട്ട് നോക്കിക്കൊണ്ട് ഹി അപ്പിയേർഡ് വൺസ്. രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്നത് കർത്താവിൻ്റെ 1-ാമത്തെ വരവാണ്. അടുത്തത് നാം ഭാഗ്യകരമായ അടുത്ത നമ്മുടെ കാര്യം എന്താ? ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി എന്താ വരാൻ പോകുന്നത്? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി നമ്മൾ. അപ്പോൾ ആദ്യം കർത്താവ് വന്നു കഴിഞ്ഞു. അവിടുത്തെ കൃപയാൽ, ആ ദൈവകൃപയാൽ നമുക്ക് രക്ഷ കിട്ടി. എന്നാൽ ഇനി അടുത്തതെന്താ സംഭവിക്കാനുള്ളത്? ഭാഗ്യകരമായ
പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ ശ്രദ്ധിക്കണം, പ്രത്യക്ഷതയ്ക്കായിട്ടും. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് തിങ് ഈസ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുക. അപ്പൊ എങ്ങനെയാ ജീവിക്കേണ്ടത്? വേഴ്സ് 13, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ ആ സുബോധത്തോടും ആ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ആ ജീവിച്ചു പോരേണ്ടതിന് ആ. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏതാ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നതെന്ന് അറിയാമോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അത് നമ്മളെ ഇപ്പൊ എന്തോ ചെയ്യുക? ശിക്ഷിച്ചു വളർത്തുക. കൃപ, ദ സ്കൂൾ ഓഫ് ഗ്രേസ്. ഗ്രേസ് എന്താ ചെയ്യുന്നത്? ഗ്രേസ് ഇതാ ചെയ്യുന്നത്. ഗ്രേസ്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. പക്ഷെങ്കിൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് അല്ല, ലിബർട്ടി അല്ല. ഗ്രേസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് എന്താ? ലീഗലിസവുമല്ല, രണ്ടൻറ്റുമല്ല. നേരെ മറിച്ച് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുകയാണ്. അങ്ങനെ വളർത്തുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? വി വിൽ സേ നോ ടു അൺഗോഡ്ലിനെസ്. ദാറ്റ് ഈസ് ബട്ട് നാച്ചുറൽ. ഇഫ് എ പേഴ്സൺ ഈസ് ഡിസിപ്ലിൻഡ് ബൈ ഗ്രേസ്, he has the ability, he has the power, not because he is legally capable, no. അവന് ലീഗലിസത്തിൽ അവൻ ഏതാണ്ടല്ല ഇങ്ങനെ ചെയ്തു പോകുന്നതല്ല. നേരെ മറിച്ച് ഗ്രേസ് enables us, grace enables me to say no to ungodliness. നേരത്തെ എനിക്കതിന് കഴിവില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തോ ചെയ്യുക? കൃപ വന്നപ്പം കൃപ എന്നെ ശിക്ഷിച്ചു വളർത്തുക. ഐ സേ നോ ടു അൺഗോഡ്ലിനെസ് ആൻഡ് വേൾഡ്ലി പാഷൻസ്. അങ്ങനെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നേ? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടിരിക്കുക. So, how do you know you are really expecting the Lord's return? There is only one answer: godliness. And we say no to ungodliness. അങ്ങനെയുള്ളവരാ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ: ഐ സേ നോ to ungodliness and worldly passions, and I look forward because I know he may come, because the next thing is the Lord's coming. അതാ എൻ്റെ വിഷയം. The next thing is the Lord's appearance. അതുകൊണ്ട് ഏത് നിമിഷവും കർത്താവിന് വേണ്ടി ഒരുങ്ങിപ്പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.